പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തേത് ഒരു ചെറിയൊരു ഓണം ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. ഓണത്തിൻ്റെ എൻ്റെ ആദ്യത്തെ ഷോപ്പിംഗ് ആണ് കേട്ടോ ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇന്ന് വൈകുന്നേരമായപ്പോൾ ഞാനും ഏട്ടനും കൂടി ഒന്ന് തൃപ്പൂണിത്തുറക്ക് വന്നതാണേ. പിള്ളേരൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾ മാത്രമായിട്ട് സ്വസ്ഥമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ. ഈ തിരക്കിൽ അവരായിട്ട് വന്നാൽ അവർക്കും ബുദ്ധിമുട്ടാണ്, അവരെ ആയിട്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒരാളെ ചിറ്റയുടെ വീട്ടിലും ആക്കി ഒരാളെ അമ്മയെടുത്തും ആക്കിയിട്ട് ഞങ്ങളിതാ ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ വൈകുന്നേരമായപ്പോൾ. ഓണത്തിന് ഇനിയുണ്ട് ദിവസങ്ങളെങ്കിലും നന്നായിട്ട് തിരക്കായിട്ടാണ്. വഴിയിലൊക്കെ നല്ല തിരക്കായിരുന്നു. അങ്ങോട്ടേക്ക് നമുക്ക് വണ്ടി ഓടിച്ചെത്താൻ തന്നെ കുറേ സമയം എടുത്തിട്ടാണ്, അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ ഇവിടെ എത്തിയിട്ട് വണ്ടി എവിടെയോ ദൂരെ ഒരു സ്ഥലത്തേക്ക് മാറ്റി. അത്രയും പോലും വണ്ടി വെക്കാനൊന്നും സ്ഥലം കിട്ടണില്ല. ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നടന്നിറങ്ങിയതാണ്. ഞാൻ തൃപ്പൂണിത്തുറക്ക് ആദ്യമായിട്ടാട്ടോ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ വരുന്നത്. അല്ലെങ്കിൽ ഇത് കൂടി പോകുമ്പോൾ ഇങ്ങനെ ചോറ്റാനിക്കര അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നല്ലാണ്ട് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങാനോ ഷോപ്പിങ്ങിനോ ആയിട്ടൊന്നും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ. സാധാരണ ഇങ്ങനെ ഓണത്തിനൊക്കെ പോകുന്നത് ബ്രോഡ്വേയിലോ അങ്ങനെ എറണാകുളത്തോ ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണം, പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് പൂക്കളും അങ്ങനെയുള്ള കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ആദ്യം ഞങ്ങളൊരു കടയിൽ കയറിയതാട്ടോ. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. എന്നാൽ ഈ ഓണത്തിന് തിരക്കില്ലാത്ത കട നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ഉള്ള കട ഏതാണെന്ന് വെച്ചാൽ അവിടെ ആദ്യം ഓടി കയറാമെന്നും പറഞ്ഞ് ഇതാ കയറിയ പോലെ തന്നെ ഇതാ ഇറങ്ങി പോന്നിട്ടാ. അപ്പോൾ ഒരു ചേച്ചി എന്നെ കണ്ടിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നതാണോ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവരോട് ശരി അധികം സംസാരിക്കാൻ നിന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ആൾ തിരിഞ്ഞൊന്ന് നോക്കും, ഞാൻ ഉണ്ടാന്ന് നോക്കിയിട്ട് ഏട്ടൻ നടന്നങ്ങനെ പോവാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വല്ല തട്ടിയും തടഞ്ഞും വീണ അതിനും കൂടി ഞാൻ ചീത്ത കേൾക്കണമല്ലോ. അത് കാരണം ആ ചേച്ചി ഇങ്ങനെ പറയണം ഒരു വിധത്തിൽ കേട്ട് ഞാൻ ഓടി പോവാണ് കേട്ടോ. അപ്പോൾ അടുത്ത കടയിലേക്ക് ഇതാ ഏട്ടനെ ഓടി കയറി ഞാനും പുറകെ കയറിയിട്ട് നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഇവിടെ വന്നിട്ട് ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല. എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ ഞാനങ്ങനെ സ്ഥിരം എടുക്കുന്ന ഒരു കടയിൽ പോയി എടുത്താൽ മാത്രമാണ് തൃപ്തി ആവുള്ളൂ. അങ്ങനത്തെ ഒരു ടൈപ്പ്. നിങ്ങളൊക്കെ അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണേ. എനിക്ക് ആ ഒരു തൃപ്തി കിട്ടൂല വേറെ എവിടെ ചെന്നാലും. എനിക്ക് പറ്റണില്ല. ഇതൊക്കെ എടുത്തിട്ട് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അത്രേ. അങ്ങനെ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടുന്ന് ഞങ്ങൾ പതുക്കെ ഇറങ്ങിയിട്ടാ. അപ്പോൾ ഏട്ടൻ എന്നോട് പറയണ്ട ഇഷ്ടമായില്ലെങ്കിൽ എടുക്കണ്ട, ഇഷ്ടമായിട്ട് എടുത്താൽ. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ വന്ന ഏട്ടന് പിന്നെയും പണിയല്ലേ, ഇതുമായിട്ട് പിന്നെയും തിരിച്ച് മാറണം, പിന്നെ ഇഷ്ടപ്പെടാത്ത ഇട്ടിട്ട് മുഖവും വീർപ്പിച്ചിരിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇഷ്ടമുള്ള പിന്നെ ഈ ഫോണിൽ ഞാനിങ്ങനെ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതൊന്നും ഏട്ടൻ അറിയുന്നില്ല കേട്ടോ. ഞങ്ങളിങ്ങനെ നടക്കുന്ന വഴിക്ക് വർത്താനം പോയി നടക്കുമ്പോൾ ഏട്ടൊക്കെ വെച്ച് ഇങ്ങനെ കാണുമ്പോൾ ഏട്ടൻ അങ്ങോട്ട് സ്റ്റോപ്പ് ആകും. ഏട്ടൻ ഭയങ്കര ഇങ്ങനെ ക്യാമറ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളല്ല. ഇതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ അത് ഏട്ടൻ കണ്ടപ്പോൾ പിന്നെ ഞാനത് ഓഫാക്കിയിട്ടാണ്. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ ഇനി കുറച്ച് പൂവൊക്കെ വാങ്ങണം. ഇനിയിപ്പോൾ പൂക്കളിടാനായിട്ട് ഇത്രയും ദിവസം ഞാൻ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ളതൊക്കെ പറിച്ചിട്ടൊക്കെയാണ് ഇട്ടത്. ഇനി അങ്ങോട്ട് അത് പറ്റൂല, പൂവൊന്നും ഇല്ല. പുറത്തൊന്നും ഇറങ്ങി നോക്കിയിട്ട് പൂ കിട്ടാനില്ല. പിന്നെ ഓരോ വീടുകളിൽ അവർക്ക് ആവശ്യത്തിനുള്ള പൂവല്ലേ ഉള്ളൂ. നമ്മൾ അവിടെ ചെന്ന് പറിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ. അത് കാരണം ഇനി തൊട്ട് വാങ്ങിയിടാമെന്നും പറഞ്ഞിട്ട് കുറച്ച് പൂവൊക്കെ വാങ്ങാൻ വന്നതാണേ. അപ്പോൾ ആ ചെക്കൻ ഇങ്ങനെ പൂവൊക്കെ എടുത്തിടുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൻ എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി വ്ളോഗിങ് ആണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗിങ് ആണ്. അപ്പോൾ അവൻ എന്നോട് ചാനൽ ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ നീ കൂടുതൽ പൂവിട്ടോ, അത് കാണുമ്പോൾ ആൾക്കാർ നിൻ്റെ കടയിൽ തന്നെ വന്ന് വാങ്ങും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ അവൻ കുറേ പൂ തന്നിട്ടാ. നമ്മൾ വിചാരിക്കുന്നുണ്ട് ഞാൻ കുറച്ച് പൂവൊക്കെ കിട്ടുള്ളൂ എന്നാണ് വിചാരിച്ചാൽ. അപ്പം പക്ഷെ കുറേ പൂ ആ കുറ്റി നിറച്ച് പൂവൊക്കെ ഇട്ട് തന്നു. ഇങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസം ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്നിട്ടേ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എന്തോ ഇങ്ങനെ പുറത്തിറങ്ങി ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ കുറേ ആളുകളെയൊക്കെ കണ്ടൊക്കെ വന്നപ്പോഴത്തേക്കും എൻ്റെ മൈൻഡൊക്കെ നല്ല ഫ്രീ ആയിട്ടാണ്. എനിക്കിങ്ങനെ കുറേ ദിവസം അടുപ്പിച്ച് ഇങ്ങനെ വീട്ടിൽ ഞാൻ പുറത്തേക്കൊന്നും പോകാറില്ലല്ലോ, വീട്ടിൽ തന്നെയാണ് കൂടുതലും. അങ്ങനെ ഞാൻ പോയൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഓണത്തപ്പന വാങ്ങാനായിട്ട് വന്നതാണേ. ഇവിടെ ഓണത്തിന് കളയിടുമ്പോൾ ഇങ്ങനെ ഓണത്തപ്പന വെക്കും. അപ്പോൾ ഇതൊരു കോംബോ സെറ്റായിട്ട് അവരിങ്ങനെ നമുക്ക് തരും കേട്ടോ. പക്ഷേ എല്ലാം കൂടി ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മളിപ്പോൾ ഈ ഒരു ദിവസത്തേക്കായിട്ട് അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമെന്ന് വെച്ചിട്ട് ഓണത്തപ്പം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളത് വാങ്ങുകയാണ് കേട്ടോ. ആ ചേച്ചിയും ചേട്ടനും കുറേ നിർബന്ധിക്കുന്നുണ്ട് ഇതെടുക്കുക അതെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ വിചാരിക്കുന്നതല്ലേ ഞങ്ങൾ നടത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ഓണത്തപ്പം മാത്രം മതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓണത്തപ്പനെ മാത്രം വാങ്ങി പൊതിഞ്ഞ് കെട്ടി കാശും കൊടുത്ത് അതും വാങ്ങി. അപ്പം നമുക്ക് ഇവരോടും വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓണമൊക്കെ എവിടെ വരെയായി എന്നൊക്കെ ചോദിച്ച് ഞാൻ ആരെ കണ്ടാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞും ചോദിച്ചൊക്കെ. അപ്പോൾ ഏട്ടനോട് പറയും നിനക്ക് അവരെ പരിചയമില്ലല്ലോ, പിന്നെ എന്തിനാ ഇതിനും മാത്രം വർത്താനം പറയണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് മനുഷ്യന്മാരെ കാണുമ്പോൾ വർത്താനം പറയാനല്ലേ നാക്ക് വന്നിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏട്ടനോട് തർക്കിച്ചൊക്കെ
ഇനി ഞങ്ങളിതാ പോവാണ് കേട്ടോ, വീട്ടിലേക്ക് നേരെ പോവാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാണേ. അപ്പം നമ്മളിപ്പോൾ ഈ പോകുന്ന നേരെ കാണുന്ന ആ ക്ഷേത്രം കണ്ടോ, അതാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം ഇല്ലേ, തൃപ്പൂണിത്തുറ. അതാണ് കേട്ടോ. ഇവിടെ ഞാൻ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഈ വാതിക്കൽ കൂടി കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടേ, പക്ഷേ ഇവിടെ കയറി ഇതുവരെ തൊഴാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനതും പറഞ്ഞിട്ട് ഏട്ടനോട് ഞാനതും പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാ. അപ്പോൾ ഇങ്ങനെ പോണ വഴിക്ക് ഞാനത് പറയുന്നുണ്ട് ഏട്ടനോട്, ഇവിടെ ഇതുവരെ നമ്മൾ വന്നിട്ടില്ലല്ലോ. അപ്പോൾ പറഞ്ഞാൽ ഇനി ഒരു ദിവസം വരാട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിതാ ഏതോ വഴിയിലൊക്കെ ചോദിച്ചൊക്കെ പോവാണ് കേട്ടോ. ഇനി നേരെ പോകുന്ന ശ്രീമുരുക കഫേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൃപ്പൂണിത്തുറയിലെ ഏറ്റവും ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാട്ടോ ഇത്. ഇവിടുത്തെ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് പഴംപൊരിയും ബീഫും. അത് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര അറിയുന്നൊരു കടയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് കൂടുതൽ അറിയപ്പെടുന്ന ഓരോ ലാൻഡ്മാർക്കുകളില്ലേ, അതേപോലത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് എനിക്ക് പഴംപൊരിയും ബീഫും ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇന്ന് പൊറോട്ടയും ബീഫും കഴിക്കാനായിട്ടൊരു മൈൻഡായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ ഞാൻ എന്നാൽ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങി കഴിച്ചു. പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ച് വേഗം ഇറങ്ങിയിട്ട്, ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും വലിയ കാര്യമായിട്ട് അങ്ങനെ മേടിക്കലും കഴിക്കലൊന്നും ഇല്ലേ. അങ്ങനെ അതും കഴിച്ചതാ ഞങ്ങൾ ഇറങ്ങി ഇനി നേരെ പോകുന്ന മാക്സിലേക്കാണ്. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് അവിടെ നോക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് കയറിയതാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ആകെ മൊത്തം ഭയങ്കര ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായി പോയിട്ടോ. വൈകുന്നേരം ഇവിടെയും കയറി കുറച്ച് നേരം അങ്ങനെ ഓരോന്നൊക്കെ നോക്കിയും ഇഷ്ടപ്പെടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അധികം ഇങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്നാലും ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വേഗം തന്നെ ഇനി ഇറങ്ങാണ്. ലേറ്റ് ആയതുകൊണ്ടിട്ട് ഇനി ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫുൾ ഡേ ഒക്കെ എടുത്തിട്ട് വേണം. എന്ന് വെച്ചാൽ നോക്കിയും കണ്ടൊക്കെ ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ രാവിലെ രാത്രി വരെ അല്ല, എന്നാലും ഒരു ഇത്തിരി സമയം എടുത്ത്. ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ലാത്ത കൊണ്ടിട്ട് നല്ല ടെൻഷനിലൊക്കെ ആട്ടോ, അവർ ബഹളം കൂട്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അധികം നേരെ എടുത്തിട്ടൊന്നും നമുക്കിഷ്ടമുള്ള നോക്കി എടുക്കണ്ടേ, അങ്ങനെ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാൽ വേഗം ഇറങ്ങാം, എന്നിട്ട് വേറൊരു ദിവസം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ അവധി ഉണ്ടല്ലോ അപ്പോൾ വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് പതുക്കെ ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇനിയും വരുന്ന വീഡിയോസ് ഉടനെ വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.